നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഒടുവിൽ കിലിയൻ എംബാപ്പെ അത് സാധിച്ചെടുത്തു കേട്ടോ. യൂറോ കപ്പിൽ ഒരു ഗോള് പെനാൽറ്റിയിലൂടെയാണെങ്കിലും ഇന്നലെ അത് സാധിച്ചു. ഫ്രാൻസും പോളണ്ടും തമ്മിൽ 1-1 സമനില. ആ കളിയിൽ എംബാപ്പെ ഗോൾ അടിച്ചതോടെ യൂറോ കപ്പിൽ ആദ്യമായിട്ടാണ് എംബാപ്പെ സ്കോർ ചെയ്യുന്നത്. 2020 യൂറോ കപ്പിൽ 4 കളികൾ എംബാപ്പെ കളിച്ചിരുന്നു. ജർമ്മനിക്കെതിരെ, ഹംഗറിക്കെതിരെ, പോർച്ചുഗലിനെതിരെ, സ്വിറ്റ്സർലൻഡിനെതിരെ ഒറ്റ കളിയിലും ഗോൾ അടിച്ചില്ല. 2024 യൂറോ കപ്പ് ആദ്യ മത്സരം ഓസ്ട്രിയക്കെതിരെ ഗോൾ അടിച്ചില്ല. ഇപ്പോഴിതാ പോളണ്ടിനെതിരെ ഗോൾ അടിച്ചിരിക്കുന്നു. ഒടുവിൽ മാസ്ക് വെച്ചിറങ്ങി എംബാപ്പെ കാര്യം സാധിച്ചു. 23 ഷോട്ടുകളാണ് അക്രോസ് ഈ 6 മാച്ചസിൽ അദ്ദേഹം അടിച്ചിട്ടുള്ളത്. എന്നിട്ട് അവസാനം ഒരു ഗോള് കണ്ടെത്താൻ പറ്റി. ഇപ്പൊ മനസ്സിലായില്ലേ പുള്ളിക്കാരൻ എന്തുകൊണ്ടാണ് വേൾഡ് കപ്പിനേക്കാൾ കോംപ്ലിക്കേറ്റഡ് ആണ് യൂറോ കപ്പ് എന്ന് പറഞ്ഞത്. വേൾഡ് കപ്പിലെ ഫൈനലിൽ പോലും ഹാട്രിക് അടിച്ച മനുഷ്യനാണ്. യൂറോ കപ്പിൽ ആദ്യ ഗോൾ അടിക്കാൻ 6ാമത്തെ കളി വരെ കാത്തിരിക്കേണ്ടി വന്നു. ഒടുവിൽ പെനാൽറ്റിയിലൂടെയാണത് സാധിച്ചെടുത്തത്. സംഗതി എന്തായാലും ആ ഗ്രൂപ്പില് ഫ്രാൻസ് ഓസ്ട്രിയക്ക് പുറകിൽ പോകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടത്. ഫ്രാൻസും നെതർലൻഡ്സും ഒക്കെ ഓസ്ട്രിയക്ക് പുറകിൽ. എങ്ങനെയാണെങ്കിലും എംബാപ്പെ ഇപ്പം പോളണ്ടിനെതിരെ 6 ഡ്രിബിളിങ്ങുകളാണ് കംപ്ലീറ്റ് ചെയ്തത്. ഈ യൂറോ കപ്പില് 2 താരങ്ങളാണ് 5 അതിലധികമോ ഡ്രിബിളിങ്ങുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഒന്ന് ജെർമി ഡോക്കുവാണ് 6 ഡ്രിബിളിങ്ങുകൾ സ്ലോവാക്യക്കെതിരെ. ഇപ്പൊ എംബാപ്പെ 6 ഡ്രിബിളിങ്ങുകൾ പോളണ്ടിനെതിരെ. ഏതായാലും മാസ്ക് വെച്ചിട്ട് എംബാപ്പെ അത്ര മോശമല്ല എന്നർത്ഥം. ഫ്രാൻസ് ഈ യൂറോ കപ്പിൽ ആകെ നേടിയത് 2 ഗോളുകളാണ്. അതൊന്ന് പെനാൽറ്റിയിലൂടെയും മറ്റൊന്ന് ഓൺ ഗോളുമായിരുന്നു എന്ന് കരുതിയിരിക്കും. 3 കളികളിൽ നിന്ന് ഇതാണ് ഫ്രാൻസിന്റെ ആകെ സ്കോറിംഗ് എന്ന് പറയുന്നത്. എന്തായാലും ഗ്രൂപ്പ് ഡിയിലെ ഫൈനൽ സ്റ്റാൻഡിംഗ് ഓസ്ട്രിയ 6 പോയിന്റുമായിട്ട് ഒന്നാമത്, ഫ്രാൻസ് 5 പോയിന്റുമായിട്ട് രണ്ടാമത്, നെതർലൻഡ്സ് 4 പോയിന്റുമായിട്ട് മൂന്നാമത്, പോളണ്ടിന് 1 പോയിന്റ് അവർ പുറത്തായി. അപ്പം ഓസ്ട്രിയയും ഫ്രാൻസും നെതർലൻഡ്സും ഇപ്പൊ റൗണ്ട് ഓഫ് 16ലേക്ക് കടന്നിട്ടുണ്ട്. ഓസ്ട്രിയക്ക് എതിരാളികളായിട്ട് വരാൻ പോകുന്നത് സെക്കൻഡ് പ്ലേസ്ഡ് ടീമാണ്. ഗ്രൂപ്പ് എഫിലെ സെക്കൻഡ് പ്ലേസ്ഡ് ടീമായിരിക്കും അവർക്കെതിരെ കളിക്കാൻ പോകുന്നത്. ആ മത്സരം ട്യൂസ്ഡേ ലീപ്സിഗിൽ വെച്ച് നടക്കും, നെക്സ്റ്റ് ട്യൂസ്ഡേ. ദെൻ ഫ്രാൻസിന്റെ എതിരാളികളായിട്ട് വരുന്നത് ഗ്രൂപ്പ് ഇയിലെ റണ്ണറപ്പ് ആയിട്ട് വരുന്ന ടീമായിരിക്കും. ഡെസൽഡോർഫിൽ മൺഡേ ആയിരിക്കും ആ മത്സരം കളിക്കുക. നെതർലൻഡ്സ് റൗണ്ട് ഓഫ് 16 ഉണ്ട്, പക്ഷേ അവർ ഇനിയും വെയിറ്റ് ചെയ്യണം ആരായിരിക്കും അവരുടെ എതിരാളികൾ എന്ന കാര്യം വ്യക്തമാവാൻ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.